Lord, thy love to me. But I long to rise in the arms of faith and be closer drawn to thee. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding side. Consecrate me now to thy service, Lord, by the power of grace divine. Let my soul look up with a steadfast hope, and my will be lost in thine. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding side. Oh, the pure delight of a single love, that before thy throne I spend. When I kneel in prayer and with thee, my God, I commune as friend with friend. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding side. There are depths of love that I cannot know till I cross the narrow sea. There are heights of joy that I may not reach till I rest in peace with thee. Draw me nearer, nearer, blessed Lord, to the cross where thou hast died. Draw me nearer, 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 blessed Lord, to thy precious bleeding side. Greetings from Kindergarten at Bethesda, in the mighty name of our Lord and Savior Jesus Christ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. God himself has said, "You must be holy, for I am holy." And if you call upon God as your Father, who judges each one without partiality according to what he does, then you should conduct yourself with true reverence throughout the time of your sojourning on this earth. 1 Peter chapter 1 verses 16 and 17. Dear sisters and brothers in Christ, യഹൂദ ജനത്തെ ദൈവവഴിയിൽ നയിക്കുവാൻ ചുമതലപ്പെട്ടവരായിരുന്നു അന്നത്തെ യഹൂദ മത നേതാക്കളായിരുന്ന പരീശ പ്രമാണികളും ശാസ്ത്രിമാരും. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ അവർക്കെതിരെ നടത്തിയ വിധി പ്രസ്താവങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമുക്ക് പഠിക്കുവാനുള്ളത്. വിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആ പരീശന്മാരെയും ശാസ്ത്രിമാരെയുമെല്ലാം കുരുടന്മാരെന്നും കപടഭക്തിക്കാരെന്നും വിളിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാ കഷ്ടം കഷ്ടം എന്ന് യേശുക്രിസ്തു പറഞ്ഞത്. 23-ാം അധ്യായത്തിൽ ഇപ്രകാരം 7 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൽ അവസാനത്തെ 4 കഷ്ടങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്.
ഇന്നും ദൈവജനത്തെ തങ്ങളുടെ തെറ്റായ ഉപദേശങ്ങൾ മൂലവും അതുപോലെ ചില ആചാരങ്ങളൊക്കെയും അനുഷ്ഠിക്കുന്നതിൽ ജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും തെറ്റിച്ച് കളയുന്നവർക്കെതിരെയുള്ള ദൈവത്തിൻ്റെ വിധി പ്രസ്താവങ്ങളായി നമുക്ക് ഇതിനെ കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവരോട് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ കുരുടന്മാരാണ്, നിങ്ങൾ കപടഭക്തിക്കാരാണ്, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ പരീശ പ്രമാണികളോടും ശാസ്ത്രിമാരോടും എന്താണ് യേശുക്രിസ്തു പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. വേഴ്സ് 23 onwards. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും, അതായത് 10 കൊടുക്കുന്നു, ടൈറ്റ്സ്. എന്നാൽ ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുമ്പേ അവയുടെ അകം വെടിപ്പാക്കുക. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾ. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ഉപദേശിക്കയിൽ ദൈവം ജനത്തിന് കൊടുത്ത 613 ന്യായപ്രമാണ കൽപ്പനകളിൽ ഒരു കൽപ്പനയും അബദ്ധവശാൽ പോലും ജനങ്ങൾ ലംഘിക്കരുത് എന്ന ഉദ്ദേശത്തോടെ ഇക്കൂട്ടർ ദൈവകൽപ്പനകൾക്ക് ഉപകൽപ്പനകളും വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും എല്ലാം ഉണ്ടാക്കി ജനത്തെ കൊണ്ട് അവ ചെയ്യിക്കുവാൻ തുടങ്ങി. The aim was good, but the means very disgusting. They wanted the people to obey even the smallest details of these traditional man-made rules. മിഷ്ന, തൽമൂദ് തുടങ്ങിയവയാണവ. ദ ജൂയിഷ് ഓറൽ ലോ, നല്ലതിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഈ നിയമങ്ങൾ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നവയായിരുന്നു. ബുദ്ധിമുട്ടുകൾ കൂടുന്തോറും ദൈവകൽപ്പനകളുടെ അന്തസത്ത അവർ കളഞ്ഞു കുളിച്ചു. കൽപ്പനകൾ ആചരിക്കുവാൻ അവർ കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. എന്നാൽ അവയിലൊന്നും ആത്മാവില്ലായിരുന്നു, നോ സ്പിരിറ്റ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നും പിശാചിൻ്റെ ഒരു കെണിയാണിത്. ആത്മാവില്ലാത്ത പ്രവൃത്തികൾ, കർമ്മങ്ങൾ ചെയ്യിക്കുക. മനുഷ്യന് ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ കഷ്ടനഷ്ടങ്ങൾ വരുത്തുക, മനക്ലേശങ്ങൾ വരുത്തുക. ദൈവത്തോട് പിറുപിറുക്കുവാൻ മനുഷ്യനെ ഇടയാക്കുക. അതാണ് സാത്താന് വേണ്ടതും. നാം ഇതിലെങ്ങും കുടുങ്ങിപ്പോകരുത്. ഇനി നമുക്ക് നോക്കാം, ദശാംശം കൊടുക്കുന്നതിനെ പറ്റി ദൈവം യഹൂദന്മാരോട് എന്താണ് അവരുടെ തോറായിൽ പറഞ്ഞിരിക്കുന്നത് എന്ന്. എന്തിനാണ് ദശാംശം കൊടുക്കുന്നത്? അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമുക്ക് വായിക്കാം. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 27 വേഴ്സസ് 30, 31 and 32. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും
ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ എല്ലാറ്റിലും 1/10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 14 വേഴ്സസ് 22-29. ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്, അതായത് ദേവാലയത്തിൽ, നീ നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളെയും അവൻ്റെ സന്നിധിയിൽ വെച്ച് തിന്നേണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ ദേവാലയം വളരെ അകലെയും അത് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിലെടുത്ത് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകണം. നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്ത് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നുകളയരുത്. അവന് നിന്നോടുകൂടി ഓഹരിയും അവകാശവും ഇല്ലല്ലോ. 3 ആണ്ട് കൂടുമ്പോൾ 3-ാം സംവത്സരത്തിൽ നിനക്കുള്ള വിളവിൻ്റെ ദശാംശമൊക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടി ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യനും നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തിന്ന് തൃപ്തരാകണം. ന്യായപ്രമാണത്തിലെ ദശാംശദാനത്തിൻ്റെ ഉദ്ദേശം വളരെ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, ദൈവമാണ് സകല നന്മകളുടെയും ഉറവിടം എന്നവർ മനസ്സിലാക്കണം. ആയതിനാൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലായ്പ്പോഴും നന്ദിയോടെ, ഭക്തി ആദരവുകളോടെ, ഭയത്തോടെ നിൽപ്പാൻ അവർ പഠിക്കണം. അതാണ് ദൈവം അവരെപ്പറ്റി ആഗ്രഹിച്ചത്. അതിനാണ് നിങ്ങൾ ദശാംശം കൊണ്ടുവരണമെന്ന് ദൈവം അവരോട് പറഞ്ഞത്. രണ്ടാമതായി, അവർ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന കാഴ്ചകൾ അത് ദൈവത്തിനല്ല, അവർക്ക് വേണ്ടി തന്നെയുള്ളതാണ്. അവരത് ഭക്ഷിച്ച് പാനം ചെയ്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാനാണ്. അതിനാലാണ് നിങ്ങൾ ദശാംശം കൊണ്ടുവരണമെന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നത്. മൂന്നാമതായി, അവർ മാത്രമല്ല സന്തോഷിക്കേണ്ടത്, അവരെ പോലെ അവകാശമോ ഓഹരിയോ ധനമോ ഒന്നുമില്ലാത്ത ദേശത്തിലെ ദരിദ്രന്മാർ, അനാഥർ, വിധവകൾ, പരദേശികൾ, അവരെയെല്ലാം ദൈവസന്നിധിയിൽ അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാക്കണം. അതെങ്ങനെയാണ് സാധിക്കുന്നത്? അത് സാധിക്കണമെങ്കിൽ അവർ ഈ അനാഥരോടും വിധവമാരോടും പരദേശികളോടും ദയ കാണിക്കണം, കരുണ കാണിക്കണം, സ്നേഹം. ഇതെല്ലാമാണ് ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ. ഇത് ചെയ്യുവാനാണ് ദൈവം അവരെപ്പറ്റി ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മാത്രം ദൈവസന്നിധിയിൽ ഭക്ഷിച്ച് പാനം ചെയ്ത് സന്തോഷിച്ചാൽ പോരാ. ദേശത്തിൽ ദരിദ്രന്മാരുണ്ട്, പരദേശികളുണ്ട്, അനാഥരുണ്ട്, വിധവകളുണ്ട്. അവരെ കൂടെ നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുകാരാക്കണം. അവരും ദൈവസന്നിധിയിൽ ആനന്ദിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ
മറ്റ് പല വേദഭാഗങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 9 വേഴ്സ് 13 അവിടെ പറയുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ കുറ്റമില്ലാത്തവരെ നിങ്ങൾ കുറ്റം വിധിക്കയില്ലായിരുന്നു. പ്രോവർബ്സ് ചാപ്റ്റർ 21 വേഴ്സ് 3 നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് ദൈവത്തിന് ഹനനയാഗത്തേക്കാൾ ഇഷ്ടം. ഹോശായ ചാപ്റ്റർ 6 വേഴ്സ് 6 യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. മൈഖ 6:8 മനുഷ്യ ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു ദൈവം നിന്നോട് ചോദിക്കുന്നത്? അതുപോലെ ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 23 ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവയെപ്പറ്റിയൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ യേശുക്രിസ്തു പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറയുന്നു, നിങ്ങൾ എല്ലാറ്റിലും പതാരം കൊടുക്കുന്നു, ദശാംശം കൊടുക്കുന്നു. ഈവൻ ഇൻ ദ ടൈനിയസ്റ്റ് ഓഫ് ഗാർഡൻ പ്ലാന്റ്സ് ഇൻക്ലൂഡിങ് മിൻറ്റ്, ഡിൽ ആൻഡ് ക്യുമിൻ, തുളസി, ചതകുപ്പ, ജീരകം ഇവയിലൊക്കെയും നിങ്ങൾ പതാരം കൊടുക്കുന്നു. എന്നാൽ ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങൾ നിങ്ങൾ ത്യജിക്കുന്നു. യേശുക്രിസ്തു അവരോട് കുറ്റമായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങൾ വളരെ ഭക്തിയുള്ളവരായിട്ടായിരിക്കണം ഇപ്രകാരം നിസ്സാര കാര്യത്തിൽ പോലും ദൈവത്തിന് ദശാംശം കൊടുക്കുന്നത്. കൊള്ളാം, പക്ഷേ അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. അതാണ് യേശുക്രിസ്തു അവരോട് പറഞ്ഞത്. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 23 വേഴ്സസ് 23 onwards. Yes, woe upon you Pharisees and you other religious leaders, hypocrites, for you tithe down to the last mint leaf in your garden, but ignore the important things, justice and mercy and faith. Yes, you should tithe, but you shouldn't leave the more important things undone. Blind guides, you strain out a gnat and swallow a camel. Woe to you Pharisees and you religious leaders, hypocrites! You are so careful to polish the outside of the cup, but the inside is foul with extortion and greed. Blind Pharisees, first cleanse the inside of the cup, and then the whole cup will be clean. Woe to you Pharisees and you religious leaders! You are like beautiful mausoleums, full of dead men's bones and of foulness and corruption. You try to look like saintly men, but underneath those pious robes of yours are hearts besmirched with every sort of hypocrisy and sin. യേശുക്രിസ്തു ഇവരോട് ഇക്കാര്യമെല്ലാം പറയുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടിയിരുന്നത്, ഞങ്ങൾ സ്നേഹവും ദയയും കരുണയും നീതിയും ന്യായവും എല്ലാം മറിച്ചു കളയുന്നവരാണല്ലോ എന്ന്. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു നമ്മോട് ഈ വേദഭാഗത്തോടെ സംസാരിക്കുമ്പോൾ നാമും ദയയും കരുണയും സ്നേഹവും നീതിയും ന്യായവുമെല്ലാം നമ്മുടെ ചെയ്തികളേക്കാൾ, അതായത് ആത്മാവില്ലാത്ത പ്രവർത്തനങ്ങളേക്കാൾ, കർമ്മങ്ങളേക്കാൾ
കൂടുതലായി വിലമതിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു അതാണ് നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തൻ്റെ നടപ്പുകളെ ക്രമീകരിക്കുകയും ഈ ഭൂമിയിലെ തൻ്റെ ജീവിതകാലം, ആ പ്രവാസകാലം ദൈവഭയത്തിൽ കഴിച്ചുകൂട്ടുവാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെത്താൻ വിശദീകരിക്കുവാനും തൻ്റെ ജനത്തെയും തദ്വാര രാജ്യത്തെയും വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു യഹൂദ രാജാവായിരുന്നു യോശിയാവ്. യോശിയ രാജാവ് അതിനുവേണ്ടി തൻ്റെ രാജ്യത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം പഴയ നിയമത്തിൽ നിന്നും. The book of 2 Kings, chapter 23, verses 1-3. അനന്തരം യോശിയ രാജാവ് ആളയച്ചു. അവർ യഹൂദായിലും യെരൂശലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവൻ്റെ അടുക്കൽ കൂട്ടിവരുത്തി. രാജാവും സകല യഹൂദാ പുരുഷന്മാരും യെരൂശലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആബാലവൃത്തം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ വന്നു. യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ രാജാവ് വായിച്ചു. രാജാവ് തൂണിനരികെ നിന്നും കൊണ്ട് താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു. ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ച ഈ യോശിയ രാജാവ് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകം, ബുക്ക് ഓഫ് ദ ലോ, അത് ഹിൽക്കിയ പുരോഹിതൻ്റെ പക്കൽ നിന്ന് വാങ്ങി വായിച്ചു. താനത് വായിച്ചപ്പോൾ ഇത് തൻ്റെ രാജ്യത്തിലെ സകല ജനവും അറിയണം, അവർ മനസ്സിലാക്കണം, അനുവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ അവരെ എല്ലാം, മൂപ്പന്മാരെയും പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ആബാലവൃദ്ധം ജനങ്ങളെയും തൻ്റെ അടുക്കൽ ആലയത്തിൽ വിളിച്ചു വരുത്തി. അവരുടെ മുമ്പിൽ വെച്ച് അവർ കേൾക്കെ രാജാവ് തന്നെ ആ പുസ്തകം ഉറക്കെ വായിച്ചു. തന്നെയുമല്ല, യഹോവയുടെ മുമ്പാകെ ഒരു ഉടമ്പടിയും ചെയ്തു, നിയമം ചെയ്തു. എന്താണ്? താൻ യഹോവയെ അനുസരിച്ച് നടക്കുകയും അവൻ്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിൻ്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് നിയമം ചെയ്തു. പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആ ശാസ്ത്രീയ പരീശന്മാരെക്കാൾ യോശിയ രാജാവ് ദൈവത്തെ ഭയപ്പെടുന്നവനും അവനെ ബഹുമാനിക്കുന്നവനുമായ ഒരു ജനനായകനായിരുന്നു. ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ജനത്തെ നയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ആ ശാസ്ത്രിമാരും പരീശ പ്രമാണികളും യഹൂദ മതത്തിലെ നേതാക്കന്മാരായിരുന്നിട്ട് പോലും ജനത്തെ വീണ്ടും വണ്ണം നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതേസമയം യോശിയ രാജാവ് ജനത്തെ വിശുദ്ധിയിലേക്ക് നടത്തി. തന്നെയുമല്ല, ജനം ആരാധിച്ചിരുന്ന വിജാതീയ ദേവന്മാരെ, അവരുടെ വിഗ്രഹങ്ങളെ ദേശത്ത് നിന്ന് തച്ചുടച്ചു കളഞ്ഞു. അവർ ആരാധിച്ചിരുന്നവരായിരുന്നു അശേര എന്ന കനാന്യരുടെ ദേവത, അതുപോലെ ബാൽ എന്ന ദേവൻ.
അവർ വിചാരിച്ചിരുന്നു അവർക്ക് ലഭിച്ചിരുന്ന ആ നന്മയും സുഭിക്ഷതയും മഞ്ഞും മഴയും എല്ലാം ഇവരായിരുന്നു കൊടുത്തിരുന്നത് എന്ന്. പക്ഷേ യോശിയ രാജാവ് അവരോട് നിയമപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും സത്യദൈവത്തെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവർ ഒരു സത്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ നന്മയുടെ അനുഭവത്തിലേക്ക്, സത്യദൈവത്തെ മനസ്സിലാക്കുന്ന അനുഭവത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇവിടെ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജാവിൻ്റെ ഈ പരിഷ്കാരങ്ങൾ എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ദൈവവുമായുള്ള തൻ്റെ രാജ്യത്തിലെ ആ നിവാസികളുടെ നടപ്പ് ക്രമപ്പെടുത്തുവാനും അവരെ ദൈവവചനം പഠിപ്പിക്കുവാനും അവർ അത് അനുസരിക്കുവാനും ഈ ദൈവവചനം പ്രചരിപ്പിക്കുവാനും മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ ആരാധന ആ രാജ്യത്ത് പുനഃസ്ഥാപിക്കുവാനും അതായിരുന്നു രാജാവിൻ്റെ ഉദ്ദേശം. അങ്ങനെ ദൈവഭയത്തിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ജീവിക്കുവാൻ അവർക്ക് സാധ്യമായി. ദൈവത്തെ ആര് ആഗ്രഹിക്കുന്നുവോ, അല്ലെങ്കിൽ ദൈവത്തെ ആര് ഭയപ്പെടുന്നുവോ, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വരുവാൻ ആര് ആഗ്രഹിക്കുന്നുവോ അവരെ ദൈവാത്മാവ് വഴി നടത്തും. യോശിയ രാജാവ് അങ്ങനെ ആഗ്രഹമുള്ള ഒരു യഹൂദ രാജാവായിരുന്നു. ഈ ഭൂമിയിൽ നാം പ്രവാസികളാണ്, പരദേശികളാണ്. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിരിക്കുന്ന നാം വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ മുന്നേറുവാൻ യത്നിക്കുമ്പോൾ ഈ ലോകത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം നാം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്ന വചനഭാഗമാണ് 1 John chapter 2 verses 13 to 17. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവാം ദൈവത്തെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവാം ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഇവിടെ യോഹന്നാൻ ശ്ലീഹ പിതാക്കന്മാരോടും ബാല്യക്കാരോടും കുഞ്ഞുങ്ങളോടും ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കരുതെന്നും, നിത്യനായ ദൈവത്തെ മനസ്സിലാക്കിയ നിങ്ങൾ ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുതെന്നും, ഈ ലൗകിക ചിന്തകൾ, ഈ വാഞ്ചകൾ ഇതൊക്കെയും വിട്ടൊഴിയണമെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അതായത് the craze for sex, the ambition to buy everything that appeals you, and the pride that comes from wealth, all are to be rejected, refused and discarded. അതിന് കാരണവും യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതൊന്നും ദൈവത്തിൽ നിന്ന് ഉള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതാണ്. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവർ പാപമോചനം ലഭിച്ചവരും ദൈവവുമായി നല്ല ബന്ധമുള്ളവരും ദൈവത്തിൽ
ജയം വരിച്ച ജയാളികളുമാണ്. ലവ് വാട്ട് വിൽ ലാസ്റ്റ്. നിലനിൽക്കുന്നതിനെ സ്നേഹിക്കുവാൻ പഠിക്കുക. ലോകത്തെ സ്നേഹിക്കരുത്. ദൈവസ്നേഹം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവർ ലോകത്തിനെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കില്ല. കാരണം അവർക്കറിയാം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. They know that God will outlast the world. ഈ ലോകത്ത് നശ്വരതയും അസ്ഥിരതയുമാണുള്ളത്. ഈ ലോകം അഥവാ വേൾഡ്, അതിന് ഗ്രീക്ക് ഭാഷയിൽ കോസ്മോസ് എന്നാണ് പറയുന്നത്. പശ്ചാത്തലമനുസരിച്ച് ഈ വാക്കിന് അർത്ഥവ്യത്യാസമുണ്ട്. ദൈവത്തിനെതിരായ നമ്മുടെ മൂല്യങ്ങളും മനോഭാവവുമാണ് ഇവിടെ ലോകം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവം നന്മയെന്നും സത്യമെന്നും പറയുന്നതിനെല്ലാം ഘടകവിരുദ്ധമായ ദൈവത്തോട് എതിർക്കുന്ന ലോകവ്യവസ്ഥിതിയും ഈ ലോകം സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചിന്താധാരകളും ആശയങ്ങളുമൊക്കെയാണ് ലോകം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. ഇവ പ്രധാനമായും ആത്യന്തികമായും സാത്താൻ്റെ പ്രലോഭനങ്ങൾക്ക് മനുഷ്യൻ വശംവദരായി ചെയ്യുന്ന ബിംബാരാധനകൾ, സാത്താൻ്റെയും ദുരാത്മാക്കളുടെയും മൂർത്തിഭാവങ്ങളായ അന്യദൈവ ആരാധനകൾ ഇവയാണ്. യഥാർത്ഥ മനുഷ്യനായ അല്ലെങ്കിൽ ആത്മാവായിരിക്കുന്ന നാം ആത്മസത്തേക്കാൾ ജഡത്തിൻ്റെ പ്രലോഭനങ്ങളും സ്വാർത്ഥ ചിന്തകളും ഭോഗേച്ഛകളും ഇഷ്ടപ്പെടുകയോ ആഗ്രഹിക്കുകയോ അത് ചെയ്യുകയോ ചെയ്താൽ അവൻ ലൗകികനായി. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാൻ ശ്ലീഹാ പറയുന്നത്, ഡോണ്ട് ബിലീവ് ദ വേൾഡ്, ഡോണ്ട് തിങ്ക് ലൈക്ക് ദ വേൾഡ്, ഡോണ്ട് ഡു വാട്ട് ദ വേൾഡ് ഡസ്, ഡോണ്ട് ലവ് ദ വേൾഡ്. കാരണം നാം ഏതിനെയാണോ സ്നേഹിക്കുന്നത് നാം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നാം അതിനെ വിശ്വസിക്കുവാൻ തയ്യാറാകും. നമുക്ക് രസം തരുന്നതൊക്കെയും നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മനസ്സ് എന്തിച്ഛിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ ആരാധന. വി ആർ ഡിവോട്ടഡ് ടു ദാറ്റ്. നമുക്ക് ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സ്നേഹിക്കുവാൻ പറ്റില്ല. വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന്. ലോകത്തിൻ്റെ ഒരു പ്രമാണമാണ് നിങ്ങൾക്ക് 2 യജമാനന്മാരെ സ്നേഹിപ്പാൻ കഴിയില്ല. ഒന്നുകിൽ ഒരുവനെ സ്നേഹിച്ച് മറ്റവനെ ദ്വേഷിക്കും. സെയിൻറ്റ് മാത്യു 6:24. എന്താണ് ഈ ലോകത്തിൽ ഉള്ളത്? തിങ്സ് ഇൻ ദ വേൾഡ്. They are desires of our flesh, lust for sex, lust for power, lust for amassing things, lust for money, wealth. It can lead to covetousness. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. അതുകൊണ്ട് ഈ ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം എന്ന് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹാ നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ഈ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. കാരണം ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നതാണ്. അതേസമയം ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും ഇരിക്കും എന്നാണ് ശ്ലീഹാ നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും അവനെ കൈക്കൊണ്ടവരായ നമ്മുടെ ജീവിതം എത്രമാത്രം അർത്ഥപൂർണമാണെന്നും അതിനാൽ
എപ്പോഴും നാം ഉറപ്പിച്ച് പറയേണ്ടത് എന്തെല്ലാമാണെന്നും വിശുദ്ധനായ പത്രോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു തൻ്റെ 1-ാം ലേഖനത്തിൽ. 1 Peter chapter 1 verses 13-25. ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്ക് നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ക്രിസ്തുവിലായിരിക്കുന്ന നമുക്ക് ഏതെല്ലാം കാര്യങ്ങളിലാണ് ഉറപ്പുണ്ടായിരിക്കേണ്ടത്? നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തവരാണെന്നും നമ്മെ അവൻ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുകയുമാണെന്നുമുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ആ അറിവ് കൊണ്ട് നാം നമ്മുടെ ഹൃദയം നിറയ്ക്കണം. യേശുക്രിസ്തുവാണ് നമ്മുടെ ഉപനിധി, ട്രഷർ. അവനാണ് നമ്മുടെ അവകാശം, ഇൻഹെറിറ്റൻസ്. നിത്യതയോളം തൻ്റെ മക്കളായ നമ്മെ അവൻ കാക്കും. യേശുക്രിസ്തു തൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കി ആ മഹത്വത്തിൽ നമ്മെ പങ്കാളികളാക്കും. അതുകൊണ്ട് നമ്മുടെ രക്ഷ അവനിൽ ഭദ്രമാണ്. അവനിലാണ് നാം നങ്കൂരം ഇട്ടിരിക്കുന്നത്. So, as children of God, we have every reason to rejoice in our salvation and future glory in eternity. ഈ ലോകത്തിലെ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവീൻ എന്ന് പത്രോസ്ലിഹ പറയുമ്പോൾ നാം ഇവിടെ പരദേശികളാണെന്നും നമ്മുടെ വരുവാനുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ശരിയാവണ്ണം ബോധമുള്ളവരാകണമെന്നുമാണ് സ്ലിഹ ഉദ്ദേശിച്ചത്. ഒന്നാമത്, നാം വീണ്ടും ജനിച്ചിരിക്കുന്നവരാണ്. വേഴ്സ് 23. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ്ലിഹ പറയുന്നത്. ആ വചനമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഇവിടെ വേഴ്സ് 24 പറയുന്നു, സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു എന്ന്. അവിശ്വാസികളായ അഥവാ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വായത്തമാക്കാത്ത ജനങ്ങളുടെ അവസ്ഥയാണിത്. അവരുടെ ജീവിതം താൽക്കാലികമാണ്, ഏക്കിംഗ്ലി ടെമ്പററി. ഈ താൽക്കാലിക ജീവിതത്തിനപ്പുറം ഒരു സുരക്ഷിത ഭാവിയോ
ഒരു ഭവനമോ അവർക്കില്ല. ഇവിടെ ഭവനം അഥവാ കെട്ടിടമെന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ട ആത്മശരീരത്തിൻ്റെ കാര്യമത്രേ. പത്രോസ്ലിഹായും മറ്റ് സ്ലിഹന്മാരുമെല്ലാം തന്നെ ജനത്തെ പ്രബോധിപ്പിക്കുന്നത് എന്നേക്ക് നിലനിൽക്കുന്ന ഈ ദൈവവചനത്തെക്കുറിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, മാനവരാശിയുടെ വിടുതൽ, രക്ഷ എന്നത് കുട്ടിക്കളിയല്ല. കൃപയാലും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും അത് സ്വായത്തമാക്കുന്ന ഏതൊരുവനും ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ട ഈ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ ലഭിക്കുവാൻ പോകുന്നത് ആ തേജസ്കരണമാണ്. അതിനാൽ വിശുദ്ധിയോടെയുള്ള ജീവിതം നയിച്ച് ഈ പ്രവാസകാലം നാം ഭയത്തോടെ കഴിപ്പീൻ. കിൻഡർ ഗാർഡൻ അറ്റ് ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ കേട്ട ഈ ദൈവവചനം ഇതൊരിക്കലും കേട്ടിട്ടില്ലാത്തവർക്ക് ഷെയർ ചെയ്യുക. May the grace of our Lord Jesus Christ be with you till we meet again with yet another episode. I bless you in Jesus' name. Amen.